ഇപ്പോൾ വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെയും കൊണ്ട് പോലീസ് വരികയാണ്. പ്രതി നേരത്തെ കുറ്റസമ്മതം നടത്തിയിരുന്നു. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു എന്നാണ് കുറ്റസമ്മതം നടത്തിയത്. ഇതിനിടെ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രക്തം വാർന്നതും മരണത്തിന് കാരണമായി പറയുന്നു. സിജോ വർഗീസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിജോ, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? അരുതി, തെളിവെടുപ്പല്ല. നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള പ്രതി ഷാജിയെ ഇപ്പോൾ വൈറ്റിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് വൈകാതെ തന്നെ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏത് രീതിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്, എന്താണ് കൊലപാതകത്തേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലും മറ്റ് തുടർ നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ആദ്യത്തെ ഒരു നിഗമനം അതിലേക്ക് തന്നെയാണ് അത് എത്തിയിരിക്കുന്നത്. അതായത് ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അതായത് ഷാജിയും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട സുധിയും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഇവർ തന്നെ ഇവരുടെ ഈ ബന്ധത്തിലുണ്ടായ വിള്ളലുകളാകാം ഈ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ്. ഇപ്പോൾ വൈറ്റിലയിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി ഷാജിയുമായി പോലീസ് തെളിവെടുക്കുകയാണ്. അതാണ് പ്രേക്ഷകർ കണ്ടത്.